ശ്രീകുമാർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ പാർട്ടിയിൽ നിർവീര്യനാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കുട്ടത്തിലിനെ. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് CPM-നും BJP-ക്കുമെതിരെ കേരളം ഞെട്ടുന്ന എന്തോ ഉണ്ട് എന്നാണ്. അതിപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിന് ശേഷം കിട്ടിയ ബോംബാണോ അതോ നേരത്തെ കരുതി വെച്ച് ആവശ്യം വരുമ്പോൾ പൊട്ടിക്കാൻ വെച്ചതാണോ? നോക്കൂ സ്മൃതി, രാഹുൽ മാങ്കുട്ടത്തിനെ നിർവീര്യനാക്കി എന്നുള്ളതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞത്. അത് ഉചിതമായൊരു പദമായിട്ട് ഇവിടെ ഞാൻ കാണുകയാണ്. കാരണം കോൺഗ്രസിൽ ആരോപണ വിധേയനായ ഒരാൾ നിർവീര്യമാക്കപ്പെടുന്നത് നിസ്സാര കാര്യമല്ല. കാരണം മറ്റ് പല പാർട്ടികളിലും അവർക്ക് വീര്യം കൂടി നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത്. ആ നടപടിയെ ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളെല്ലാം പ്രശംസിച്ചിട്ടുണ്ട് അവരുടെ മുഖപ്രസംഗത്തിലൂടെ, CPM-ൻ്റെ മുഖപത്രം ഒഴിച്ച്. അത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഇവിടെ നോക്കൂ സ്മൃതി, കോൺഗ്രസ് എടുത്ത നിലപാടിന് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM-ൻ്റെ നിലപാടുകൾ മൂലമാണ്. കാരണം CPM എടുത്ത ചില നിലപാടുകൾ കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നിലപാടിന് പൂർണ്ണമായ അംഗീകാരം പൊതുസമൂഹത്തിലും ജനങ്ങൾക്കിടയിലും കിട്ടിയത്. അപ്പോൾ ആ അധ്യായം കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപം പുറത്തു വന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എത്ര കാലത്തേക്കാണെന്ന് പറയാത്തതിനാൽ അത് ഫലത്തിൽ പുറത്താക്കലാണ് എന്ന് ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത്. അത് ഒരു നിരീക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. കോൺഗ്രസിൻ്റെ ഭരണഘടന സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ വിവരിക്കാൻ സമയമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു ഞെട്ടലും അതുപോലെ തന്നെ ഒരു ആകാംക്ഷയും ഒക്കെ വന്നപ്പോൾ കോൺഗ്രസ് എടുത്തൊരു തീരുമാനം ഭരണഘടനയെ പൂർണ്ണമായും നോക്കാതെയാണ്. എന്ന് വെച്ചാൽ ഭരണഘടന പ്രകാരമാണെങ്കിൽ ആദ്യം ആ ആരോപണ വിധേയൻ്റെ മറ്റേ വിശദീകരണം കേൾക്കണം, നോട്ടീസ് കൊടുക്കണം, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊന്നും കാത്തു നിൽക്കാതെ സമയം കളയാതെ പുറത്താക്കി എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ആ നിർവീര്യം എന്നുള്ള പദത്തിൻ്റെ പ്രാമുഖ്യം വരുന്നത്. അതുകൊണ്ടാണ് മുഖപ്രസംഗങ്ങൾ പത്രങ്ങൾ എഴുതിയത്, കമ്മ്യൂണിസ്റ്റ് പത്രങ്ങൾ ഒഴികെ. ഇനി സ്മൃതി ചോദിച്ച കാര്യം, പ്രതിപക്ഷ നേതാവ് ഇന്നൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു, എൻ്റെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാവം അദ്ദേഹത്തിന് വന്നത് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം പുറത്തുവിട്ട സ്ഫോടനാത്മകമായ ഒരു വാർത്തയുടെ അംശം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം. ആ വാർത്ത വരുമോ വരില്ലേ എന്നൊക്കെ ഇപ്പോൾ തർക്കമുണ്ട്. വാർത്ത വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, വാർത്ത വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. പക്ഷേ വാർത്ത ചിലപ്പോൾ വന്നേക്കും. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യമാണ്, ഞാനല്ലല്ലോ പറയണ്ടേ. സാധാരണ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങേക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? അല്ല, സ്മൃതി പറഞ്ഞാൽ കേട്ടില്ല. വലിയ തലകൾ ഉരുളുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങേക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? എന്താണ് ഈ ബോംബ് എന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? തീർച്ചയായിട്ടും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണമാണ് എന്നെ അമ്പരപ്പിച്ചത്. ഞങ്ങൾക്കൊരു ഭയവുമില്ല, നിങ്ങൾ ഭയക്കണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP സൂക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞെട്ടും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് മുൻകൂട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അതിലത്തെ ഏറ്റവും രസകരമായ പ്രതികരണമായിട്ട് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും വി.ഡി. സതീശൻ എന്ന നേതാവ് ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ CPM-ലും ഇടതുമുന്നണിയിലും ഉണ്ടാക്കിയ അനുരണനം ഓർമ്മയുണ്ടല്ലോ. പറയുന്നത് വി.ഡി. സതീശൻ ആയതുകൊണ്ട് ആ സ്ഫോടനാത്മകമായ വസ്തു എന്താണെന്നുള്ളത് CPM-ലെ ചില നേതാക്കളെ തീർച്ചയായിട്ടും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം രാഷ്ട്രീയത്തിലെ ഒരു തവണ ഒരു പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആ അധ്യായം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിരിടാനുള്ള വ്യഗ്രത ആരോപണ വിധേയരായ പാർട്ടിക്കാർക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ ആ കാര്യം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ വ്യക്തമായിട്ടൊരു കാര്യം പറയുമ്പോൾ സതീശനെ വിശ്വസിക്കുക. സതീശൻ നാളെയോ മറ്റന്നാളോ എന്നുള്ളതാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു മനുഷ്യത്വപരമായ സമീപനം എടുത്താൽ ആരുടെയും ഓണം ദുഃഖകരമാകണ്ട എന്നൊരവസ്ഥ അദ്ദേഹം ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത്തം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അതിലൊരു മാനുഷിക പരിഗണന അദ്ദേഹം കൊടുക്കുമോ എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. ഇവിടെ സ്മൃതി ആലോചിക്കേണ്ട കാര്യം, 2 ദിവസം മുമ്പ് നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എതിരാളികളുടെ വായ അടപ്പിക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്ന്. വായ അടഞ്ഞല്ലോ സ്മൃതി, വായ അടഞ്ഞു പോയില്ലേ? അത് പോരാ എന്നവർ പറയും. കാരണം ഒരു പാർട്ടിയിൽ ആരോപണ വിധേയനായ ഒരാളെ പുറത്താക്കുകയാണ്.
പുറത്താക്കിയിട്ടും അത് പോരാ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് അവരുടെ മാനസികാവസ്ഥ? ഞാൻ ഇവിടെ ഇപ്പോൾ ഈ CPM-ൻ്റെ പ്രതിനിധി വസീഫാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തോട് എനിക്ക് ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ സമയത്ത് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു ചോദ്യം, അതായത് KPCC രാഹുൽ മാങ്കൂട്ട, അതെ, അപ്പം എത്തിയിട്ട് ചോദിച്ചാൽ മതി. അപ്പം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അത് എത്തിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കേട്ടിട്ട് വേണമെങ്കിൽ ഈ ചോദ്യം ഞാൻ ചോദിക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമായി, കോൺഗ്രസ് ഇന്ന് സമ്പൂർണ്ണ സംതൃപ്തിയിലാണ്. കാരണം പൊതുസമൂഹത്തിൽ കോൺഗ്രസിന് അംഗീകാരം കിട്ടി. ആ അംഗീകാരം കിട്ടാനുള്ള കാരണം CPM-ൻ്റെ നിലപാടുകൾ തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം. MV ഗോവിന്ദനും അതുപോലെ മറ്റ് നേതാക്കളും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയണം. സജി ചെറിയാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഒഴിയണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ അദ്ദേഹം ഒഴിയുന്നതായിരിക്കും നല്ലത്. CPM-ൻ്റെ വനിതാ നേതാക്കളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു. സ്മൃതിയുടെ ചാനലിൽപ്പെട്ട സ്മൃതി ചോദിച്ചു, അതുപോലെ ഇന്നലെ സുജയ പാർവതി ശൈലജ ടീച്ചറോട് ചോദിച്ചു, കൂട്ടത്തിൽ മുകേഷിൻ്റെ കാര്യം ചോദിച്ചു. ടീച്ചർ എന്താ പറഞ്ഞതെന്നുള്ളത് ആ ചാനൽ ഒന്ന് എടുത്തു നോക്കാൻ പറയാം ഭരണകക്ഷി നേതാക്കളോട്. ടീച്ചർ ആ വിഷയം മാത്രം, മുകേഷിൻ്റെ വിഷയം മാത്രം പറഞ്ഞില്ല. മറിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ വളരെ കൃത്യമായി പറഞ്ഞു നടപടിയെടുക്കണം. ഇങ്ങനെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ വനിതാ നേതാക്കളാണോ വനിതാ പക്ഷത്ത് നിൽക്കുന്നത്, അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ബബബ എന്ന് പറയുന്ന വനിതാ നേതാക്കളാണോ വനിതാ പക്ഷത്ത് നിൽക്കുന്നത് എന്നുകൂടി ഒരു വനിതാ പത്രപ്രവർത്തകയായ മാധ്യമപ്രവർത്തകയായ സ്മൃതിക്കും ആലോചിക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം, കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ പരീക്ഷണത്തെ നേരിട്ടു. ആ പരീക്ഷണത്തെ വിജയകരമായവർ നേരിട്ടു. കാരണം ഒരപശബ്ദമില്ല. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മറ്റ് നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത് തെറ്റായി, ഇങ്ങനെ പൂർവ്വകാലത്ത് എടുത്തിട്ടില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും ഒരു ചുമരെടുത്ത് വന്നോ? ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് വർദ്ധിത വീര്യത്തോടെ രാഹുൽ മാങ്കൂട്ടം നിർവീര്യമാകുമ്പോൾ വർദ്ധിത വീര്യത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാതിരുന്നിട്ടും ഇന്ന് ക്ലിഫ് ഹൗസിന് മുമ്പിലേക്ക് പോയിട്ട് കോഴി ഫാം എന്നൊരു പോസ്റ്റർ ഒട്ടിച്ചാൽ ആ പോസ്റ്റർ കേരളത്തിൽ ഉണ്ടാക്കിയ പരിഹാസം അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ വീര്യം കൂടി കണക്കാക്കാൻ. Debate with Smriti Parithikar.